മുഖം മറച്ചെത്തിയ മോഷ്ടാവ് വയോധികയെ ആക്രമിച്ച 2.25 പവന്റെ സ്വർണമാല കവർന്നു. കോയിപ്ര പായത്താംപൊയിലിലെ AP പാത്തുമ്മയെയാണ് ആക്രമിച്ച മാല കവർന്നത്. മുഖം മറച്ചെത്തിയ മോഷ്ടാവ് തനിച്ചു താമസിക്കുന്ന വയോധികയുടെ പിന്നിലൂടെ എത്തി ആക്രമിച്ച കഴുത്തിലുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണമാല കവർന്നു. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കോയിപ്ര പായത്താംപൊയിലിൽ താമസിക്കുന്ന MP പാത്തുമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയാണ് കവർന്നത്. കാതിലുണ്ടായിരുന്ന ആഭരണങ്ങളും പറിച്ചെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വയോധിക ചെറുത്തുനിന്നതോടെ മോഷ്ടാവ് മാലയുമായി കടന്നുകളയുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 3:45ഓടെ പാത്തുമ്മ വീട്ടിൽ നിസ്കരിക്കുന്നതിനിടെയാണ് സംഭവം. ഇവരുടെ മകൾ വിവാഹത്തിനു ശേഷം കോഴിക്കോട് താമസമായതിനാൽ ഇവർ തനിച്ചാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ആൺമക്കൾ 2 പേരും വിദേശത്താണ്. മോഷ്ടാവുമായുണ്ടായ പിടിവലിക്കിടെ കഴുത്തിനും കാതിനും കണ്ണിനും പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാനിവിടെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ വന്നില്ലെന്ന് എനിക്കറിയില്ല. ചങ്ക് പിടിച്ചതോ ഇതിന് മുണ്ട് കണ്ണിന് പൊത്തിയിട്ടാണ് ചെയ്തിന്. എന്താണെന്ന് ഏതാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ചങ്ക് പിടിച്ച് നോക്കി മാല പൊട്ടിച്ചു കൊണ്ടുപോയി. എൻ്റെ കൈക്ക് വളയുണ്ടായി, അത് ഊരി എല്ലാം കൊണ്ടുപോയതാ. ഞാൻ വെച്ചാൽ എന്താണ് പിന്നത്തെ ഒന്നും ഞാൻ അറിയുന്നില്ല. എന്നെ ഇട്ടതോ വീണതോ ഒന്നും അറിയുന്നില്ല. സംഭവം അതിൽ ചാരിയതാണ്, പൂട്ടിയിട്ടില്ല. അവൻ തുറന്നിട്ട് വന്ന് കയറിയതാണ്. ആരാന്നില്ല, വൃത്തം കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയാലേ പറയാൻ കഴിയുമല്ലോ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. ചൊവ്വാഴ്ച രാവിലെ പയ്യന്നൂർ DYSP K വിനോദ്കുമാർ, പെരിങ്ങോം CI മഹേഷ് കണ്ടമ്പേത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.